മാർക്കോ എന്നൊരു യുവാവ് ജീവിതത്തിൽ അനുഭവിച്ച വലിയൊരു ജീവിതത്തിന്റെയും പിന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടായ ഒരു വലിയ പാഠത്തിന്റെയും ഒരു തിരിച്ചറിവിന്റെയും കഥയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. മാർക്കോ എന്നൊരു യുവാവ് നമ്മുടെ സാധാരണപ്പെട്ട ഒരു യുവാക്കളെ പോലെ തന്നെ ജീവിതത്തിൽ കുറേ പ്രശ്നങ്ങൾക്ക് നടുവിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അയാൾക്ക് മറ്റുള്ള എല്ലാവരെയും പോലെ തന്നെ വലിയ വലിയ സ്വപ്നങ്ങളും വലിയ വലിയ ആഗ്രഹങ്ങളും ഒക്കെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ആ സ്വപ്നങ്ങളൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ മനസ്സിന് എപ്പോഴും ഒരു സമാധാനം എന്നുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. അയാളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നത് അയാൾ പരാജയപ്പെട്ടു പോകുമോ, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് ചിന്തിക്കും, അല്ലെങ്കിൽ ഇനി അതിലേക്ക് ഇറങ്ങി ചെന്നു കഴിഞ്ഞാൽ ഇനിയും ഒരു തോൽവി സംഭവിക്കുമോ, തോൽവികൾ മാത്രമായി മാറുമോ അയാളുടെ ജീവിതം എന്നുള്ള ചിന്തകൾ മാത്രമായിരുന്നു. ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഓർത്ത് ഇരുന്നപ്പോൾ അയാളുടെ മനസ്സിൽ ഒരു തീരുമാനം തന്നെ വന്നു. ഇങ്ങനെ ജീവിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ മനസ്സിന് ഒരു സ്വസ്ഥതയും കിട്ടാത്ത അയാൾ നാട് വിടാൻ തന്നെ തീരുമാനിച്ചു. ചുരുക്കം പറഞ്ഞ തോൽവിയിൽ നിന്ന് ഭയന്നൊരു ഒളിച്ചോട്ടം. അയാൾ അങ്ങനെ ഒരു ഗ്രാമത്തിലെത്തി. ഗ്രാമം എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ഗ്രാമമല്ല. മലകളും കുറേ വൃക്ഷങ്ങളും കുറേ മൃഗങ്ങളും കുറേ പുഴകളും ഒക്കെയുള്ള കുറേ മലകളും ഒക്കെയുള്ള നേച്ചർ കൊണ്ട് വളരെ ഭംഗി തീർത്ത ഒരു നല്ലൊരു ഗ്രാമം. ആ ഗ്രാമത്തിലൂടെ അയാൾ നടക്കാൻ തുടങ്ങി. ആ ഗ്രാമത്തിലൂടെ നടക്കുന്നത് കൊണ്ടാണോ എന്നറിയില്ല, അത്രയും കാലം അയാളുടെ ഉള്ളിലുണ്ടായിരുന്ന സങ്കടങ്ങളെല്ലാം വലിയൊരു നിശബ്ദതയിലേക്ക് മാറിക്കഴിഞ്ഞു. അവന്റെ രൂപമൊക്കെ കണ്ടിട്ടാവണം അവിടെ നിന്നൊരു വ്യക്തി പറഞ്ഞു, നിന്നെ കണ്ടിട്ട് എന്തൊക്കെയോ പ്രശ്നമുള്ളത് പോലെ തോന്നുന്നു. നീ കുറച്ച് മുമ്പോട്ട് നടന്നു ചെന്നാൽ അവിടെ ഒരു വൃദ്ധനെ കാണാം. അയാളുടെ അടുത്ത് നിന്റെ പ്രശ്നങ്ങൾ പറഞ്ഞു നോക്കൂ, ചിലപ്പോൾ അയാൾക്ക് നിന്റെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്താൻ കഴിയുമെന്ന്. അങ്ങനെ ആ വൃദ്ധനെ അന്വേഷിച്ചവൻ നടന്നു. ഒടുവിൽ അയാളുടെ മുന്നിൽ തന്നെ അവൻ ചെന്നെത്തി. വൃദ്ധന്റെ അടുത്ത് അവൻ പറഞ്ഞു, എനിക്ക് സമാധാനം വേണം. എൻ്റെ മനസ്സ് എപ്പോഴും വേറെ ഏതോ ഒരു ലോകത്താണ്. എനിക്ക് ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നില്ല. എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ഭയങ്ങളുണ്ട്. അതെങ്ങനെ എനിക്ക് മാറ്റാൻ പറ്റും? വൃദ്ധൻ കുറച്ചു നേരം മിണ്ടാതെ ഇരുന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ നിന്നെ സഹായിക്കാം. അതിനായിട്ട് വൃദ്ധൻ അവൻ്റെ കയ്യിൽ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തു. ആ വെള്ളം ഗ്ലാസ്സിന് മുകളിൽ വരെ ഉണ്ടായിരുന്നു. എന്നിട്ട് പറഞ്ഞു, ഈ വെള്ളം ഈ ഗ്ലാസ്സിൽ നിന്ന് പുറത്തു പോകാതെ നീ ഗ്രാമം മുഴുവൻ ചുറ്റി വരാൻ. വൃദ്ധൻ പറഞ്ഞത് കേട്ടിട്ട് അവൻ ആ ഗ്ലാസ് പിടിച്ച് ആ ഗ്രാമം മുഴുവൻ ചുറ്റി വന്നു. വൃദ്ധൻ ചോദിച്ചു, നീ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ നടന്നു വന്ന സമയത്ത് കണ്ടത്? കുട്ടികൾ കളിക്കുന്ന കണ്ടിരുന്നോ? അല്ലെങ്കിൽ ജനങ്ങൾ സംസാരിക്കുന്നത് എന്താണെന്ന് നീ കേട്ടിരുന്നോ? അല്ലെങ്കിൽ ഇവിടെ കുറേ പുഴകളുണ്ട്, ആ പുഴകളൊക്കെ ഒഴുകുന്നത് എങ്ങനെയാണെന്ന് നീ ശ്രദ്ധിച്ചോ? അല്ലെങ്കിൽ ഈ ഗ്രാമത്തിലെ ആചാരങ്ങളും രീതികളുമൊക്കെ എങ്ങനെയാണെന്ന് നിനക്ക് മനസ്സിലായോ? മാർക്കോ കുറച്ചു നേരം ഉണ്ടായിരുന്നിട്ട് പറഞ്ഞു, ഞാനതൊന്നും കണ്ടില്ല. എൻ്റെ മുഴുവൻ ശ്രദ്ധയും ഈ ഗ്ലാസ്സിൽ തന്നെയായിരുന്നു. കാരണം അങ്ങല്ലേ പറഞ്ഞത് ഇതിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും പുറത്തു പോകരുതെന്ന്. വൃദ്ധൻ കുറച്ചു നേരം മിണ്ടാതെ ഇരുന്നിട്ട് അവനെ നോക്കി ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇത് തന്നെയാണ് നിന്റെ പ്രശ്നം. നിന്റെ മനസ്സിപ്പോഴും നിനക്ക് പണ്ട് സംഭവിച്ച പല മോശം കാര്യങ്ങളിലും സ്റ്റക്കായി നിൽക്കുകയാണ്. ഇനിയും നിനക്ക് ഇതുപോലെയുള്ള കാര്യങ്ങൾ സംഭവിക്കുമോ, അല്ലെങ്കിൽ അന്ന് സംഭവിച്ചതുപോലെയുള്ള കാര്യങ്ങൾ സംഭവിക്കുമോ എന്നുള്ള വലിയൊരു ഭയം നിന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. പക്ഷേ നീ അതിനെ ഒഴിവാക്കി നിന്റെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾക്ക് നീ ഫോക്കസ് കൊടുത്താൽ നിന്റെ മനസ്സിന് ശാന്തി കിട്ടും. നിന്റെ മനസ്സ് ഫ്രീ ആകും. അല്ലാതെ പഴയ കാര്യങ്ങൾ ഓർത്ത് പിന്നെയും പിന്നെയും അത് തന്നെ മനസ്സിലിട്ടിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിന്റെ മനസ്സിന് ഒരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല. ഇത് കേട്ട് ആ യുവാവ് കുറച്ചു നേരം ഇരുന്നു ചിന്തിച്ചു. വൃദ്ധൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ ശരിയാണ്. അവന് ആ ദിവസം മുതൽ മാറ്റം വേണമെന്ന് ആഗ്രഹിച്ചു തുടങ്ങി. പിന്നെ അവൻ്റെ മുന്നിലേക്ക് വരുന്ന പല ചിന്തകളെയും അവൻ നോക്കാറ് പോലുമില്ല. ആദ്യമൊക്കെ മനസ്സ് കുറേ ചിന്തകൾ കൊണ്ട് നിറഞ്ഞിരുന്നു. അപ്പോഴൊക്കെ ആ വൃദ്ധൻ പറഞ്ഞ കാര്യങ്ങളായിരുന്നു അവൻ്റെ മനസ്സിൽ വന്നത്. പിന്നീട് അവൻ്റെ മനസ്സിന് ഒരു ശാന്തി തന്നെ കിട്ടി. അവൻ്റെ മനസ്സിന് വളരെ നല്ലൊരു സമാധാനം തന്നെ കണ്ടെത്താൻ സാധിച്ചു. കുറേ ചിന്തകൾ കൊണ്ട്, കുറേ ആവശ്യമില്ലാത്ത ചിന്തകൾ കൊണ്ട് മൂടിപ്പെട്ട് കിടന്ന മനസ്സായോണ്ടാണോന്നറിയില്ല, അതിൽ നിന്ന് മാറി വന്നപ്പോൾ ആ മനസ്സുകൊണ്ട്, ആ മൈൻഡ് സെറ്റ് ഉപയോഗിച്ചുകൊണ്ട് അവന് പുതിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു. പുതിയൊരു വ്യക്തിത്വം തന്നെ അവനുണ്ടായി. ആത്മവിശ്വാസം വളരെയധികം വർദ്ധിച്ചു. ധൈര്യം നല്ലപോലെ ഉണ്ടായി. കുറച്ച് നാളുകൾക്ക് ശേഷം അവൻ തിരിച്ച് നഗരത്തിലേക്ക് പോയി. നഗരത്തിലേക്ക് തിരിച്ചു വന്നെങ്കിലും
പണ്ടവനുണ്ടായിരുന്ന അല്ലെങ്കിൽ അവൻ ചെയ്തുകൊണ്ടിരുന്ന അവൻ്റെ പ്രശ്നങ്ങളൊന്നും മാറിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അവൻ മാറിയിരുന്നു. അവന് നേരെ ഒരു പ്രശ്നം വന്നാൽ അവനതിനെ വലുതായി മൈൻഡ് ചെയ്യില്ല. അവനിനി ഒരു സംശയം തോന്നിയാൽ പോലും അവനതിനെ വിശ്വസിക്കാറില്ല. ഇനി ഒരു നെഗറ്റിവിറ്റി വന്നാൽ പോലും അവനതിനെ അവൻ്റെ ഉള്ളിലേക്ക് കടത്തി വിടുകയില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിലുള്ള ഒരു മെയിൻ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായിട്ടുള്ള കുറേ കാര്യങ്ങളിൽ പോയി തലയിടും. ഏറ്റവും അവസാനം ഇത് തന്നെ നമുക്കൊരു വലിയ തലവേദനയും മാറും. അതുകൊണ്ട് ആദ്യം അതങ്ങ് നിർത്തിയാൽ മതി. നമ്മുടെയൊക്കെ ജീവിതത്തിനൊരു ലക്ഷ്യം ഉണ്ടാവും. ആ ലക്ഷ്യം എന്താണെന്ന് കണ്ടെത്തി കൃത്യമായിട്ട് അവിടെ എത്തണമെങ്കിൽ നമ്മുടെ മൈൻഡിലേക്ക് വരുന്ന ആവശ്യമില്ലാത്ത കാര്യങ്ങളും ചിന്തകളും മാറ്റിവെക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മുടെ മനസ്സിൽ കുറേ ചിന്തകളുണ്ടെങ്കിൽ, ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായിട്ടുള്ള കുറേ ചിന്തകളുണ്ടെങ്കിൽ നമ്മുടെ തലയിൽ എപ്പോഴും അതൊരു കുഴപ്പം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പക്ഷേ നമ്മുടെ മൈൻഡ് എപ്പോഴും ഫ്രീ ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് നമ്മളെ കൂടുതൽ ശക്തനാക്കും. ഈ വീഡിയോ നിങ്ങളെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ കഥകളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അത് നിങ്ങളിലേക്ക് പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ.